അപ്പോൾ എൻ്റെ സിനിമയിൽ ഞാനത് ചെയ്തു വൃത്തിയായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്. ഞാൻ നല്ലൊരു സിനിമ ചെയ്തു, ഐ എം കോൺഫിഡൻറ്റ്. അത് കഴിഞ്ഞ് കുറേ മീറ്റിങ്ങുകൾ പുള്ളിയായിട്ട് നടന്നു. പക്ഷേ പുള്ളി വേറെ തലത്തിലേക്ക് പോയി. അങ്ങനെ കുറേ ഓടിക്കൂടി ഞാൻ മടുത്തു. അല്ല വേറെ ആരുമില്ല, എനിക്ക് പേര് പ്രശ്നമില്ല, നമ്മുടെ പൃഥ്വിരാജ് തന്നെയാണ്, രാജു തന്നെയാണ്. അങ്ങനെ അവസാനം ഞാൻ രാജുവിനെ കണ്ട് ആഡം ജോണിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ്. അത് പിന്നെ എനിക്ക് കോൺടാക്ട് നഷ്ടപ്പെട്ടു. ഞാൻ ഈ ആർട്ടിസ്റ്റിനെ കാണാൻ ക്യാരവാൻ്റെ മുന്നിൽ 2-3 കുപ്പി ബിസ്ലറി വെള്ളമായിട്ട് കുത്തി ഇങ്ങനെ ഇരിക്കും. നമ്മൾ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ അതുപോലത്തെ കഷ്ടപ്പാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഡിപ്രസ് ആവുന്നില്ല, ഡിപ്രസ് ആക്കാൻ ഒരു സെറ്റ് ഓഫ് പീപ്പിളോടെ ഉണ്ട്. എൻ്റെ അമ്മേനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നാട്ടിൽ തന്നെ നമ്പർ എൻ്റെ അമ്മേനെ വിളിച്ച് പറയും, ഇവനൊരു പണിയില്ല ഇവിടെ. അപ്പോൾ അമ്മയുടെ ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഒരാഴ്ച പറയും നിനക്ക് നിർത്തിക്കൂടെ. പക്ഷെ അമ്മ സിനിമ കണ്ടിപ്പം വിളിച്ചു, എടാ നീ ഓക്കെ ആണോ എന്നോട് വിളിച്ചു ചോദിച്ചു. നീ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇതിനകത്ത് ചില പ്രൊഡ്യൂസേഴ്സ് കഥ പോലും കേട്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സാണ് അവർ. നിറഞ്ഞ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബിൻ്റെ സംവിധായകൻ ബിനോ അഗസ്റ്റിനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. താങ്ക് യു. സാറിനോട് ബിഗ് ബൻ വരുന്നതിന് മുൻപേ സാറിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അത് ഭയങ്കരമായിട്ടും വൈറലായി. അത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഒരു ഇത്ര ഒരാളെ ഒന്ന് കാണണം. അതായത് 30 വർഷം ഈ സിനിമ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറകെ നടന്നിട്ട് അതിനെ ഇന്ന് എത്തിപ്പിടിച്ചിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സാധാരണക്കാരൻ ചെന്നെത്തപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് സ്ക്രീനിൽ അത് പടം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സന്തോഷമുള്ള അനുഭവമാണ്. നമ്മുടെ അത്രയും നാളത്തെ ഒരു എഫേർട്ട് സ്ക്രീനിൽ കാണുമ്പോൾ വിത്ത് ഓഡിയൻസ്. സ്ക്രീനിൽ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, സാറിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റൊക്കെ ആയിട്ട് പലതവണ ഇരുന്ന് കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതല്ല, അത് കഴിഞ്ഞ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ്, അത് കാണുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. ആ ഓഡിയൻസിന്റെ റെസ്പോൺസ് ചെവിയിൽ വരുമ്പോഴാണ് അല്ലേ ശരിക്കും ഒരു ഇത്. ഞാൻ ആ പടം കണ്ടിരുന്നു, നല്ല പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം അതിലെ ഒരു 90% ചിത്രീകരിച്ചേക്കുന്നത് UK UK മാത്രമല്ല, അയർലൻഡും ഉണ്ട്. എനിക്ക് കഥ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ കണ്ടും പോയി, എനിക്ക് കഥയും പറയാൻ പറ്റത്തില്ല. ഇത്രയും വിദേശ രാജ്യങ്ങളിൽ സാർ ഈ പടം എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു മലയാളി സംവിധായകൻ ഇപ്പോൾ ഒരു മലയാള സിനിമ ഇത്രയും 90% അങ്ങനെ ചിത്രീകരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നല്ല ബഡ്ജറ്റ് ഉണ്ട്. 1 ബഡ്ജറ്റ്, 2 ഇതിനുള്ളൊരു ധൈര്യം. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധാരണ വരുന്നവർ നമ്മൾ കണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസർമാരായിട്ടായിരിക്കും കൂടുതലും. അതിൽ നിന്നും വ്യത്യസ്തമായി കഥ എഴുതി, അതിന് തന്നെ തിരക്കഥ എഴുതി സംവിധാനവും ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഇത്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ UK ഞാൻ UK താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും ആംബിയൻസും ലൈഫ് സ്റ്റൈലും കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെക്കാട്ടിലും നന്നായി അത് ആർക്കും പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടുന്ന് ഒരു സിനിമാക്കാർ കുറച്ച് പേര് UK വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിസിറ്റിംഗ് പ്ലേസ് മാത്രമാണ്. അപ്പം അവിടെ സ്ഥിരമായി നിൽക്കുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണ്, മലയാളികളുടെ പെരുമാറ്റം എന്താണ്, അവരുടെ കമ്മ്യൂണിറ്റി എങ്ങനെ വർക്കാവുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ചുറ്റുപാടുകൾ അധികം നിരീക്ഷിക്കുന്ന ആളാണ്. അധികം ഞാൻ സംസാരിക്കുകയെങ്കിലും ഞാൻ മൊത്തം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടാണ് അതെല്ലാം കൂടെ കൊടുത്തൊരു ഔട്ട്പുട്ട് ഇടുക, ഒരു സിനിമയിലേക്ക് ഇടുക. പക്ഷേ ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ കയ്യിൽ വന്ന് അതൊരു, ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ബിഗ് ഒരു വലിയ സ്ക്രീനാണ്. നമ്മൾ എടുക്കുന്നതിന് മുന്നേ വരെ നമ്മുടെ മനസ്സിൽ മാത്രം ഇരിക്കുകയും പിന്നീട് കാണികൾ ഏറ്റെടുത്തിട്ട് വിജയമാക്കുകയും ചെയ്യുന്നില്ല, പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് വിജയമാക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതിലേക്കുള്ളൊരു ധൈര്യം, അതായത് ഞാൻ ലേൺ ചെയ്തത് എനിക്ക് ഈ രീതിയിൽ തന്നെ ഔട്ട് കിട്ടി, അത് ഈ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളൊരു ഒരു വേ ഓഫ് തോട്ടും അതിന് പിന്നിലെടുത്തൊരു എഫേർട്ട് എന്തായിരുന്നു? കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട്. അപ്പം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം, ചിലപ്പം ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് അവകാശപ്പെടില്ല, അങ്ങനെ ആകാനും പറ്റില്ല, അങ്ങനെ ആരുമില്ല. അപ്പം നമ്മൾ പല ഒപ്പീനിയൻസ് എടുക്കും. ഇപ്പം എനിക്കൊരു ബേസിക് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് UK ഒരു നോബിന്, അബീന്, ഇപ്പം ജിസ്മൽ, ഇങ്ങനെ കുറച്ച് പ്രവീണ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ജോജി. ഇപ്പം ഇവരെല്ലാം കൊണ്ടുപോയി ഒരു ഫസ്റ്റ് പ്ലോട്ട് കിട്ടിയാൽ ഞാൻ ഇവരെ കൊണ്ട് ഒരു പബ്ബിൽ പോയെടുത്തിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പതുക്കെ പ്രസൻറ്റ് ചെയ്യും കാര്യങ്ങൾ. ഇങ്ങനെയാണ്. അപ്പം അതിനകത്ത് പ്രശ്നമാണെങ്കിൽ അവരെന്നെ അപ്പുറത്തന്നെ കീറി ഒട്ടിച്ചു തരും എന്നെ. കാരണം ചിലർ പെട്ടെന്ന് കഥ പറയും, ഈ കഥ നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിന്റെ എൻഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും ചില നമുക്കുള്ള സുഹൃത്തുക്കൾ. എന്നിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊരു സിനിമയാക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പം എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുള്ളത് കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ തോട്ടാണ്. അപ്പം അത് 10-200 പേജുള്ള ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പേജിലേക്ക് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞൊരു ബേസ് തോട്ടാണ്. അപ്പം അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് അവർ കൃത്യമായിട്ട് പറയും. അവരെല്ലാം ഡിഫറെന്റ് പല തരങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ചിലർക്ക് ഹ്യൂമർ ഇഷ്ടമാകാം, ചിലർക്ക് ത്രില്ലർ ഇഷ്ടമായിരിക്കും, അങ്ങനെ പല ജോണറുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ജഡ്ജ്മെന്റ് കിട്ടിയാൽ
ഉം. അവരുടെ ഒപ്പീനിയൻ ഞാൻ അക്കൗണ്ട് എടുക്കാറുണ്ട്, ഉം. വേണ്ടുന്നതൊക്കെ. ഓ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമകൾ കാണുന്ന വ്യക്തിയാണ്. 3 ഭാഷകളുള്ള സിനിമ കൃത്യമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അറിയാം, ഏത് ഭാഷകളുള്ള സിനിമകളാണ്, അല്ല ഏത് ടൈപ്പ് ഓഫ് മൂവീസാണ് കൂടുതൽ ഓഡിയൻസിലേക്ക് വർക്കാകുന്നത്. ഉം. ഞാൻ ആക്ച്വലി ചെയ്യാൻ ആഗ്രഹിച്ചത് എനിക്കിഷ്ടപ്പെടുന്ന, ഞാൻ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന, അവർക്ക് കൊടുത്ത പൈസയ്ക്ക് അവർക്ക് ഒരു തിരിഞ്ഞ് സിനിമ തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യണം. ആ, പടം നല്ലായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട്. ഉം. അല്ലാതെ നമ്മൾ മൈക്ക് കൊണ്ട് നിൽക്കുമ്പോൾ പടം കൊണ്ട് കൊള്ളാം കൊള്ളാം കൊള്ളാം, അത് അവർ സത്യന്മാരെ അഭിപ്രായം, പക്ഷേ ആരെയും വെറുപ്പിക്കാൻ താല്പര്യമില്ല പറയുന്നത്. പക്ഷേ ഉള്ളിൽ നിന്ന് യെസ് അത് വർത്തായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം. ഉം. ഇപ്പം എൻ്റെ സിനിമയിൽ ഞാനത് ചെയ്തു വൃത്തിയായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്, ഞാൻ നല്ലൊരു സിനിമ ചെയ്തു, ഐ എം കോൺഫിഡൻറ്റ്, ഉം. എൻ്റെ ചെക്ക് ലിസ്റ്റ് റെഡിയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ സംവിധായകന്റെ ഒരു വേഷം അണിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് എത്തിയപ്പോൾ, സംവിധായകനായപ്പോൾ ഇൻഡസ്ട്രിയിൽ പല തരത്തിലുള്ള ആളുകളും ഈഗോസ്റ്റുകളും ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം എത്താനൊരു എന്താ പറയുക, ഒരു വേ എങ്ങനെയുണ്ടായിരുന്നു? കാരണം സാധാരണക്കാരനാണ് സർ. അതായത് UK-ലെ സാധാ ഒരു മലയാളി, സിനിമയെ സ്നേഹിക്കുന്ന ഒരു മലയാളി, ആ ഒരു വ്യക്തിക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഒരു ഓപ്പണിങ്, ഒരു ഹാൻഡ് കിട്ടിയത്? 100% നല്ലൊരു ചോദ്യം അത്. അതായത് മലയാള സിനിമയ്ക്ക് ഞാൻ ടോട്ടലി സ്ട്രേഞ്ചറാണ്. ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ആർട്ടിസ്റ്റുകളൊക്കെ ടെക്നീഷ്യന്മാരോ അസോസിയേറ്റോ അസിസ്റ്റൻ്റോ ഒക്കെ ആയിരിക്കും, അവർക്ക് ഏതെങ്കിലും പടത്തിൽ ഒരു കണ്ടുപരിചയം കാണും, ഏതൊരു പ്രൊജക്റ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത് കാണും. അപ്പോൾ ഒന്നുമില്ലാത്ത ഞാൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ചക്രവ്യൂഹം തന്നെയായിരുന്നു ഇത് ഭേദിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പലരിടത്തും പോയി സംസാരിച്ചു. അവർക്കാർക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ട്, കാരണം അവർക്ക് എന്നെ അറിയത്തില്ല. ഞാൻ ടോട്ടലി പുറത്തുനിന്ന് വന്നതാണ്, എൻ്റെ സ്കില്ലാണ്, എൻ്റെ പാഷൻ എന്താണ്. പിന്നെ ഞാൻ അത്ര ഒരു നറേറ്റീവായ ഒരു പേഴ്സൺ അല്ല. അതായത് കൃത്യസമയത്ത് നല്ല വാക്കുകൾ എന്നെ വരാറില്ല. അതായത് എങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരു ആർട്ടിസ്റ്റ് ചില സമയത്ത് കേൾക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റും എനിക്ക് പ്രശ്നമാകാറുണ്ട്. ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റിന് കഥ പറയുമ്പോൾ പുള്ളി കംഫർട്ടല്ല, ഇടയ്ക്കൊരു ഫോൺ എടുത്തു, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലുമൊക്കെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക്, ഞാൻ എയർഫോഴ്സ് ബാഗിനുള്ള, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഒരു പരിധി വരെ എന്താണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലൂസ് ആവും. പിന്നെ ഞാൻ എത്ര പറഞ്ഞാലും ശരിയാവില്ല അത്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ ഈ കഥ തന്നെ പറഞ്ഞ് 2 ആർട്ടിസ്റ്റോട് പറഞ്ഞ് പാളിപ്പോയതാണ്. എന്നിട്ട് പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ആരെങ്കിലും ഒരു ദിവസം, ഇത്രയും ശ്രമിച്ചതല്ലേ, ഇപ്പം നമ്മുടെ ആൽക്കെമിസ്റ്റ് ബുക്ക് വായിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ എഴുതി വെച്ചിരുന്ന പോലെ, ഇപ്പം കീപ്പ് ഓൺ ട്രൈയിങ് എന്ന് പറഞ്ഞ പോലെ. ശരിക്കും എന്താണ് UK-ലെ ജോലി? എന്ന് മുതലാണ് ഈ സിനിമ? ഏകദേശം 15-ാം വയസ്സിൽ നിന്നാണ് ആ എഴുത്തിൽ ഞാൻ കണ്ടിരുന്നത്. അതെ, എങ്ങനെയായിരുന്നു പാഷൻ, അല്ലെങ്കിൽ സിനിമ എനിക്ക് ചെയ്യണം, എൻ്റെ ലൈഫ് സിനിമയാണ് എന്നാണ് ഡിസൈഡ് ചെയ്തത്? എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? അല്ല, ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ, അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് അവരുടെ പടങ്ങൾ കണ്ടാണ് അതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഏറ്റവും കൂടുതൽ അധികം ഇതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ക്ലാസ് ഞാനായിരുന്നു. അപ്പം എനിക്കതിലേക്ക് പിന്നെ ഫോട്ടോഗ്രാഫി, ഇപ്പം ഒരു കല്യാണത്തിന് പോയെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വീഡിയോഗ്രാഫർ ആയിരിക്കും. കാരണം അപ്പം പോലെ എൻ്റെ മനസ്സിലാതുണ്ട് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ത്വരയായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, വൈ നോട്ട് ഐ ചൂസ് സിനിമ ഒരു പ്രൊഫഷൻ. അങ്ങനെയാണ് കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ വീട്ടിലിങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പം എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദർ, അവർ ഭയങ്കര ഓർത്തഡോക്സാണ്, സിനിമ ഒന്നും താല്പര്യമില്ല, അവരെന്നെ സേഫായിട്ടും സെക്യൂർ ആയിട്ട് എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോബിൽ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ പേരൻസും. നാച്ചുറലി ഇപ്പം എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാനും അത് തന്നെയാണ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ അവിടെ നേരത്തെ പറയും, ഓൾവേസ് ചൂസ് എ ജോബ് ദാറ്റ് യു എൻജോയ്. എൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമാണ് എപ്പോഴും പറഞ്ഞു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോബ്, അല്ലെങ്കിൽ ഒരു ജോബായാലും അതൊരു ബർഡനായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുള്ളൂ, അല്ലേ? അത് അങ്ങനെ ഒരു ബർഡൻ ജീവിക്കുന്നുണ്ട്. നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ നിന്ന് പോകും. അതായത് ഒരു ചൊല്ലുള്ളതല്ല, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല ഇഷ്ടപ്പെട്ട ജീവിതം കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. അപ്പം സാർ ഈ സിനിമ കണ്ടു തുടങ്ങി നിങ്ങളുടെ ഫാമിലിയിൽ സിനിമ പോലും കാണാൻ സമ്മതിക്കാത്തൊരു ഫാമിലി, അല്ലെങ്കിൽ അത്ര ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഇന്ന് ഇപ്പൊ സിനിമ ഇറങ്ങി, ചാച്ചനെ അമ്മച്ചിയൊക്കെ ഫാദർ മരിച്ചുപോയി, അമ്മയുണ്ട്. റിലേറ്റീവ്സിന് മുന്നിൽ എങ്ങനെയാണ്? അമ്മയുടെ ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഒരാഴ്ച പറയും, നിനക്ക് നിർത്തിക്കൂടെ,
പക്ഷെ അമ്മ വീടിന് പുറത്തിറങ്ങാത്ത ആളാണ്. അപ്പം അല്ല ഔട്ട് സൈഡ് ലോകം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് സിനിമയെന്നോ, പക്ഷെ അമ്മ സിനിമ കണ്ടിപ്പം വിളിച്ചു, എടാ നീ ഓക്കെ ആണോ എന്നോട് വിളിച്ചു ചോദിച്ചു. നീ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ. ഇപ്പം എൻ്റെ വൈഫ് വീട്ടിലുണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നാട്ടുകാരൊക്കെ ചെന്ന് അമ്മയോട് പറയുന്നു, അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ മാക്സിമം എല്ലാവരും എയർഫോഴ്സിലാണ്. ആ കുടുംബത്തിലെ മിക്കവരും എയർഫോഴ്സുകാരാണ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഞാനും എയർഫോഴ്സിലെ, കാരണം അവർക്കും ഇവനെ എയർഫോഴ്സിലാക്കുക. അപ്പോൾ ഞാൻ അത്ര സ്മാർട്ട് ആളൊന്നും അല്ലായിരുന്നു. പഠിത്തത്തിലാണെങ്കിലും ഈ സിനിമാ മുഖം കിടക്കുന്ന കാരണം സ്മാർട്ട് എന്ന് വെച്ചാൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല, സിനിമ കൊണ്ട് കിടക്കുക, ഇതൊക്കെയാണ് പരിപാടികളൊക്കെ. അപ്പം അവരെന്നെ നേരെ എയർഫോഴ്സിലാക്കി. ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് 13 വർഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മദ്രാസ്, ബാംഗ്ലൂർ, ബറേലി, ഉത്തർപ്രദേശിലെ ബറേലി, അമൃത്സർ, ഡൽഹി, അങ്ങനെ ഇത്രയും അവിടെ ചെല്ലുമ്പോഴൊക്കെ ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഡിഫറെൻറ്റ് ഹിന്ദി പറയുന്നത്, പഞ്ചാബിലാണെങ്കിൽ കുറച്ച് മാക്സിമം കൂടുന്നു ഹിന്ദി വർക്കാവുമ്പോൾ പഞ്ചാബിയാണ് വർക്ക്. അപ്പോൾ ഇവരുടെയൊക്കെ കൾച്ചർ, ഇവരുടെയൊക്കെ പെരുമാറ്റം, ഇതെല്ലാം ഞാൻ കണ്ട് പഠിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത്. അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരുടെ എങ്ങനെ ഡീൽ ചെയ്യണം ഒരു പരിധിയൊക്കെ അറിയാം. ഇത് കഴിഞ്ഞിട്ടാണ് 13 വർഷം ശേഷം ഞാൻ എയർഫോഴ്സ് ലണ്ടനിൽ ചെല്ലുന്നത്. ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അപ്പം പിന്നെ എൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലി നല്ല സപ്പോർട്ടാണ്. അപ്പം പുള്ളിക്കാരിനെ ഒരു പരിധി വരെ കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പഴയ ആഗ്രഹം പൊടിയിട്ട് എടുത്തു. അങ്ങനെ ആദ്യമായിട്ടൊരു ക്യാമറയൊക്കെ മേടിച്ചു, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തുടങ്ങി. അങ്ങനെ 2013 ഞാനൊരു ഷോർട്ട് ഫിലിം പോലെ ഒരു സിനിമ തുടങ്ങി ഇതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എഡിറ്റർ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഇച്ചിടെ അധികം ലെങ്ത് ഇല്ല, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തിയേറ്ററാക്കി പ്ലാൻ ചെയ്യാം. അങ്ങനെ UK റിലീസ് ചെയ്തു. അത് 2 ദിവസം തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ അത് ഇംഗ്ലീഷ് പടം വന്ന് മാറി. വളരെ ചെറിയ ബഡ്ജറ്റിൽ, വെറും 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കണ്ടത് തീർത്തു. ആ 2 ലക്ഷം രൂപയും ഞാനും ക്യാമറമാനും അഭിനയിച്ചവർക്കും മാക്ഡൊണാൾഡ്സും ബർഗറും മേടിച്ചു കൊടുത്താണ്. അത്രയും പൈസയായത്. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള കുറേ മെയിലിനേഴ്സായ കുറേ ആൾക്കാരുണ്ട്. അവർ ഇപ്പോൾ കമ്പനീസ് എന്നെ വിളിച്ച് പറഞ്ഞു അവർക്കൊരു കഥയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാമോ. അപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റും ഇതിൽ. അങ്ങനെ അവർ ഞങ്ങൾ നാട്ടിൽ വന്നു. പിന്നെയാണ് പ്രൊഫഷണലായിട്ട് സിനിമയെ. അപ്പം അതുവരെ ഇത് എനിക്കും ഒരു കോൺഫിഡൻസ് അല്ല, ഇത് എത്തിപ്പെടാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടുന്ന് അവർ ലിഫ്റ്റ് തന്നു. അപ്പോൾ അങ്ങനെ നാട്ടിൽ വന്നൊരു ആർട്ടിസ്റ്റോട് കഥ പറഞ്ഞു. കഥ അത് വർക്കായില്ല. അപ്പം തിരിച്ച് ഞാൻ പോയി. അപ്പം എൻ്റെ സ്വന്തം കഥയായിട്ട് ഞാൻ തിരിച്ചു വന്നു. ഈ സെയിം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, വർക്കായി. പക്ഷേ അത് കഴിഞ്ഞ് കുറേ മീറ്റിങ്ങുകൾ പുള്ളിയായിട്ട് നടന്നു. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി വേറെ സ്ഥലത്തേക്ക് പോയി. എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും UK നിന്ന് അവധിയെടുത്ത് ഇവിടെ വരുന്നു. ആ സമയത്ത് പുള്ളി വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ കുറേ ഓടിക്കൂടി ഞാൻ മടുത്തു. അപ്പം ഞാനൊരു ഫാമിലി മാൻ ആയ കാരണം ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന റോയൽ മെൽബൺ കമ്പനിയിലാണ് UK വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ പാടെ 1 മാസം ലീവ് ഉള്ളൂ. അപ്പം എല്ലാ വർഷവും തീരാൻ നോക്കിയിരിക്കും അടുത്ത മാസം ലീവ് കിട്ടണ്ട. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് പുറകെ ഓടും. എനിക്ക് ഇദ്ദേഹത്തെ കിട്ടില്ല. ഇവിടുത്തെ ആക്ടറിന്റെ പുറകെയാണോ? ഇവിടുത്തെ ആക്ടർ തന്നെ. അല്ല വേറെ ആരുമില്ല. എനിക്ക് പേര് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പൃഥ്വിരാജ് തന്നെയാണ്, രാജു തന്നെയാണ്. ഞാൻ ഓടും. പക്ഷേ അത് രാജുവിൻ്റെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഗ്രേറ്റ് റെസ്പെക്റ്റ് ആണ് രാജുവിൻ്റെ അടുത്ത്. കാരണം രാജുവിൻ്റെ തിരക്ക് എങ്ങനെയാണ്. അപ്പം രാജു വിനോ വരുന്നെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യമല്ല. പട്ടിയിൽ പൂസല്ല. പക്ഷെ നമ്മൾ ഡൗൺ ആവും, ലീവ് തീർന്ന് വീണ്ടും കയറി പോകും, തിരിച്ചു വരും. അങ്ങനെ അവസാനം ഞാൻ രാജുവിനെ കണ്ട് ആഡം ജോണിന്റെ ലൊക്കേഷനിൽ വെച്ചാണ്. അന്നും സ്ക്രിപ്റ്റിലെ കറക്ഷൻ സീനും കറക്റ്റ് ആദം ജോണും വെളിയിലല്ലേ UK അന്ന് ഞാൻ പുള്ളി അവസാനം കണ്ടത്. അപ്പം അത് പിന്നെ എനിക്ക് കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. സ്റ്റിൽ ഹോപ്പുണ്ട് എന്നേലും ഒരിക്കൽ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ നല്ല സിനിമകളെ ചെയ്യുള്ളൂ, കണ്ടന്റ് ഉള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ ഡെലിവറി ചെയ്യുള്ളൂ. ഞാൻ തട്ടിക്കൂട്ട് പടം ചെയ്യില്ല. അപ്പം ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് അതിന് കാരണം തന്നെ ഇപ്പോഴും ഞാൻ നല്ല സിനിമ ചെയ്തു എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് എനിക്കിവിടെ സുഖമായിട്ട് ഇവിടെ ഇരുത്തുന്നത്. നല്ല സിനിമ തന്നെയാണ്. ഞാനും തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഇപ്പം ഈ പറഞ്ഞല്ലോ ഈ സിനിമ ആയിട്ട് കേരളത്തിലേക്ക് വരുന്ന ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞു. ലണ്ടനിൽ നിന്ന് അല്ലെങ്കിൽ UK നിന്ന് ഇങ്ങോട്ടേക്ക് വരവ്, തിരിച്ചു ചെല്ലല്, ആ ഒരു സമയത്ത് ഇപ്പം തീർച്ചയായും ഡിപ്രസ്ഡ് ആവും നമ്മൾ. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ കുറേ നാള് അല്ല ഡിപ്രസ്ഡ് ആവുന്നില്ല. ഡിപ്രസ്ഡ് ആക്കാൻ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ട്. പോയിട്ട് എന്തായി ഭയങ്കര കളിയാക്കൽ പോലെ. അതൊക്കെ ഉണ്ട്. അത് പാട്ടാണ്. അതൊക്കെ നമ്മൾ ചില സമയത്ത് ഡൗൺ ആവും. പക്ഷെ ചില സമയത്ത് വീണ്ടും ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻ കടന്നു പോകും. ആൾക്കാർ കളിയാക്കി എന്തിനാണ് പൈസ കൊടുത്തിങ്ങനെ. ഒരിക്കലും എന്നെ അറിയില്ലാത്ത അല്ല, എൻ്റെ അമ്മേനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നാട്ടിൽ തന്നെ നമ്പർ പിന്നെ അമ്മേനെ വിളിച്ച് പറയും ഇവനൊരു പണിയില്ലേ ഇവിടെ, നാട്ടിൽ വന്നിപ്പുണ്ടല്ലോ. നാട്ടിൽ വന്നിപ്പുണ്ടല്ലോ, ഇവന് ഈ സിനിമ എന്ന് പറഞ്ഞ കഥ ഇവനൊന്ന് ഉപദേശിച്ചു കൂടെ. എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ വൈഫിനോട് പറയുന്നത് അവർക്കറിയാം. എൻ്റെ പെങ്ങളെ വിളിച്ച് പറയും, സിസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് പറയുന്നത്
ഭയങ്കര അഭ്യുദയകാംക്ഷികളാണല്ലേ അതെ, ആളുകൾ. അവരെന്നെ നന്നാക്കി അടങ്ങുള്ളതാണ്. നന്നാക്കി അടങ്ങും. ഞാനോട്ട് നന്നാവാൻ തീരുമാനമില്ല. നന്നാവില്ലെന്ന് ഞാനും. അല്ല നന്നായി. ഇപ്പം ആ പറഞ്ഞതിനകത്ത് തന്നെ ഇപ്പം ഒരു കഥയായിട്ട് ഓൾറെഡി വന്നു എന്ന് പറഞ്ഞു. ആ കഥ ഇപ്പോഴും പെയിന്റിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് ബെന്നിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ബെൻ ഒരു റിയൽ സംഭവമാണെന്നാണ്. ബിഗ് ബെൻ ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. ബിഗ് ബെൻ ഒരു ബേസ്ഡ് ഓൺ ദ ട്രൂ സ്റ്റോറിയാണ്. അത് നമുക്ക് ട്രൂ ഇൻസിഡന്റ് ആണ്. സ്റ്റോറി എന്ന് പറയുന്നത് ഇൻസിഡന്റ്. ഇൻസിഡന്റ് ഓക്കെ, അത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ? പിന്നെ പറയുന്നത്, പക്ഷെ എനിക്ക് ആരിൽ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ അത് സംഭവിച്ച വ്യക്തികൾക്ക് ഒരു പ്രൈവസി കൺസേൺ ഉണ്ട്. തീർച്ചയായും. അപ്പം അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് ഗവൺമെന്റും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എങ്ങനെയാണ് അത് ആ കഥ എത്തിയതും അവരെ ചേസ് ചെയ്തും അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ കഥയുടെ ഡീറ്റെയിൽസ് എടുത്തതും എങ്ങനെയാണ്? അതൊന്നുമില്ല. എൻ്റെ UK ഒരു ഫ്രണ്ട് ഉണ്ട്, അസിച്ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന. പുള്ളി ഒരു ലോയറാണ്. പുള്ളി ഇതുപോലെ ആ സമയത്ത് മലയാളികൾ കാര്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല UK-ലേക്ക്. അപ്പോൾ ഉള്ളവരെല്ലാം 2010 9-10 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ പുള്ളി എല്ലാവരെയും ഒരു കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് അസിച്ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളി ഒരു സുപ്രഭാതത്തിനെ വിളിക്കുന്നത്, എടാ നീ ഫ്രീ ആണോ, അത്യാവശ്യം ലോങ് ഡ്രൈവ് പോകാം, വരാം. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ പുള്ളിയെ പോയി. പിറ്റേ അടുത്ത ദിവസം എവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു പരിപാടി. അപ്പം ഞാൻ ഒരു സംഭവം നടന്നു. അങ്ങനെ ആ സംഭവം പുള്ളിയോട് പറയുകയും അപ്പം ഞാനതിന് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പം പുള്ളിക്കൊരു പ്രശ്നമുണ്ട്, മുഴുവൻ വിട്ടു പറയത്തില്ല. അപ്പം കുറച്ച് സ്ട്രക്റ്റ്, അതായത് നമ്മൾ ഫില്ലിങ് ദ ഡോട്ട്സ്, അങ്ങനെ ഡോട്ട് ഫില്ല് ചെയ്തപ്പോൾ അതൊരു ക്യാറ്റായി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടി. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് തപ്പി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ആർക്കും ക്ഷീണം ചെയ്യാത്ത തപ്പിയെടുത്തു. അത് അതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ ഒരു ഡോക്യുമെൻ്ററി ആയി പോകും. അപ്പോൾ സിനിമയ്ക്ക് ആവശ്യം ആൾക്കാരെ എൻഗേജ് ചെയ്യുക, അവരെ രസിപ്പിക്കുക എന്നുള്ളതാണ്. ആ എലിമെന്റ്സ് ഇവിടെ ആഡ് ഓൺ ആണ് ഈ സബ്ജക്റ്റിൽ. അവരെ നേരിട്ട് കണ്ടിരുന്നോ ഈ വ്യക്തികൾ? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്നിട്ട് പിന്നീട് ഈ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ ആർട്ടിസ്റ്റുകളെ പിച്ച് ചെയ്യാൻ പല നടക്കുന്ന സമയങ്ങളിലും, ഓരോ യാത്രകളിലും, ഫ്ലൈറ്റ് യാത്രകളാണല്ലോ നടക്കുന്ന സമയത്തും എനിക്കിതിലേക്ക് പല കാര്യങ്ങൾ പുതിയതായിരിക്കും ആഡ് ചെയ്യണം തോന്നും. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ 40ാമത്തെ ഡ്രാഫ്റ്റാണ്. അതായത് 40 ഡ്രാഫ്റ്റ് എൻ്റെ വീട്ടിൻ്റെ ഗിഷേഡിങ് ഗ്യാരേജിൽ വെച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് സേഫായിട്ട്. അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതാനും ഇപ്പം നമുക്ക് ഓൺലൈൻ നോക്കി പഠിക്കാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു ദിവസത്തെ പരിശീലനം കിട്ടും എന്നൊക്കെ പറയും. ഈ കഥ ഇപ്പോഴാണ് കുറച്ചുകൂടി ടെക്നോളജി വളർന്ന്, അല്ലെങ്കിൽ ഈ കഥ എഴുതിയതെന്നാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഫൈനൽ ലോക്ക് വന്നിരിക്കുന്ന ഫൈനൽ ലോക്ക് അല്ല, ഈ കഥ ത്രെഡായിട്ട് വന്നൊരു ഒരു ഫസ്റ്റ് 2013 മുതലാണ്. 2013. അത് ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം 2013 മുതൽ ഈ 24 വരെ ഏകദേശം ഒരു 11 വർഷത്തെ ഒരു കണക്കാണ്. ഈ 11 വർഷത്തേക്ക് നമ്മൾ ഈ ഡ്രാഫ്റ്റ് ചെയ്ത സാധനം, ഒരു തിരക്കഥ എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക, പഴുതടച്ചൊരു തിരക്കഥ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? അല്ല, നമ്മുടെ മനസ്സിലുള്ള വിഷ്വൽസ് എന്താണോ, ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഒരു കിച്ചൺ, UK ഒരു കിച്ചണെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ കിച്ചൺ UK മലയാളി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു കരിയാപ്പിൻ്റെ നമ്മുടെ കറിവേപ്പില ചെടി കാണും. ഞാൻ ആ ഡീറ്റെയിലിംഗ് അതുപോലെ കൊടുക്കും, കാരണം അത് ആർട്ട് ഡയറക്ടർ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതുപോലുള്ള ഡീറ്റെയിലിംഗ് ഞാൻ മസ്റ്റായിട്ട് നോക്കുന്ന ആളാണ്. അങ്ങനെയാണ് സ്ക്രിപ്റ്റിലേക്ക് എഴുതുന്നത്. അപ്പോൾ ഒരു മലയാളിയുടെ വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു മലയാളിയുടെ ഡ്രോയിങ് റൂം ആണെങ്കിൽ UK മലയാളി ആണെങ്കിൽ അവിടെ സാധാരണ ഒരു മാതാവിൻ്റെ ഫോട്ടോ കാണും, ഫ്രിഡ്ജിൽ ഒരു കൊന്ത കാണും. ഈ ഡീറ്റെയിലിംഗ് ഒക്കെ അതൊക്കെ ഒരു രസമാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതും എഴുതി വെക്കുന്നതൊക്കെ. അതായത് എന്റെ വീട് ഇങ്ങനെയാണല്ലോ, എന്റെ വീട് ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ അതായത് ശ്രദ്ധിച്ചിരുന്നു. ഇതില് ഫ്രിഡ്ജാണോ ബെൻ ബേബി സിറ്റർ ആയിട്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് അടുക്കളയിൽ ഇത് നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ബെൻ സിനിമയിലേക്ക് പറഞ്ഞ പോലെ ഈ 11 വർഷത്തിനടുത്ത് ഈ കഥയിലേക്ക് വന്നു. ഈ 11 വർഷത്തിനിടയ്ക്ക് എപ്പം മുതലാണ് ഈ ആക്ടേഴ്സിനെ ചൂസ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിയതെന്ന് മുതൽ? അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഞാൻ പറഞ്ഞു നേരത്തെ സ്വന്തം കഥ എഴുതി അതങ്ങനെ പോയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ഒരു തീരുമാനമാകാതെ വരുന്ന സൈമിൾട്ടേനിയസ്ലി 2 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇതിന്റെ വർക്ക്, കാരണം അവർക്ക് ഇഷ്ടംപോലെ സിനിമകളുണ്ട്. ഞാനാണ് സിനിമയിൽ വന്നതേ ലേറ്റാണ്. അപ്പം ഇനി കാത്തിരുന്നാൽ സന്തോഷ് ജോർജ് ഞാൻ എഴുതിയ പോലെ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും ചെയ്യാതെ ഒരു കാര്യമില്ല. അപ്പം നമ്മുടേതായ ഒരു ലാൻഡ്മാർക്ക് ഇടുക എന്നുള്ളത്, അത് എനിക്കിപ്പോഴും അത് തന്നെയാണ് അത്ഭുതം. ഞാൻ പറഞ്ഞില്ലേ, മലയാളം ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് ടപ്പേന്ന് സംവിധായ കുപ്പായം അണിയാൻ കുറച്ച് റിസ്ക്കാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കൊച്ചു പിള്ളേരുമായിട്ട് കടപിടിക്കുന്ന ഒരു രീതിയിൽ നിന്ന് കാരണം അവർ അത്രയും നല്ല കഥകളാണ്. ഇപ്പം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആക്ടേഴ്സ് പുതുമുഖങ്ങളായിട്ടുള്ള എന്താ പറയുക സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കും, കാരണം അവരുടെ കഥ എങ്ങനെ രസകരമാണ്.
അങ്ങനെ വരുമ്പോഴാണ് ഇത് ഇത്രയും സിമ്പിളായിട്ട് ഇപ്പം പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ സാർ പറഞ്ഞ നല്ലൊരു പടം ചെയ്തതിൻ്റെ കോൺഫിഡൻസ് വന്നിരിക്കുമ്പോഴത്തേക്കും ഇതിന് പിന്നിലൊരു കാര്യമുണ്ടല്ലോ, എത്രത്തോളം ടഫായിരുന്നത്. ഈ ഞാൻ പറഞ്ഞില്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു അംഗത്വം എടുക്കാൻ തന്നെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ആർട്ടിസ്റ്റുകളെ കാണാൻ വേണ്ടി കാരവാന പുറത്ത്, അത് UK കൊടും തണുപ്പായിരിക്കും ഡിസംബർ മാസത്തിൽ. ഈ കൊടും തണുപ്പിൽ ജാക്കറ്റൊക്കെ ഇട്ട്, അപ്പം നമ്മളൊരു പ്രത്യേക ടെറിട്ടറി ജീവിക്കുമ്പം ഒരു പരിധി വരെ നമ്മുടെ ബോഡി അതനുസരിച്ച് കോപ്പ് ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ചൂടുകാലത്തേക്ക് വരുമ്പം, അതായത് ഇവിടുന്ന് തിരിച്ചും അങ്ങനെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവിടുന്ന് ഒരാൾ കേരളത്തിലെ കാലാവസ്ഥ ജീവിച്ചിട്ട് UK വരുമ്പോൾ അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. പനിയായി, കോൾഡായി, പല പ്രശ്നങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ തണുപ്പൊന്നും ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നല്ല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ആർട്ടിസ്റ്റിനെ കാണാൻ ക്യാരവാൻ്റെ മുന്നിൽ 2-3 കുപ്പി ബിസ്ലറി വെള്ളമായിട്ട് കുത്തി ഇങ്ങനെ ഇരിക്കും. അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവർക്കറിയാം. അവർ തിരക്കാണ്. ഞാൻ ഒരിക്കലും അവരുടെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, അവർ തിരക്കാണ്. അപ്പം ഈ ആർട്ടിസ്റ്റുകളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും സെയിം ഇതൊക്കെ നടക്കാൻ പോകണം. പക്ഷെ അപ്പം ഇവരിറങ്ങി വരുമ്പോൾ എന്നെ ഒന്ന് കാണണം അതിനുവേണ്ടി. അപ്പം ഞാൻ ഒരു സെക്കൻഡ് അവിടെ നിന്ന് മൂവ് ആയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം ഞാൻ ഈ വെള്ളം കുടിച്ച് എൻ്റെ ബ്ലാഡർ നിറഞ്ഞിട്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കും. കാരണം ആ പോകുന്ന സമയത്ത് അവർ ഇറങ്ങി വരുന്നെങ്കിൽ എനിക്ക് മിസ്സാകും അത്. അപ്പോൾ അതുപോലത്തെ കഷ്ടപ്പാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചിലരെ കാണാൻ വേണ്ടി പോയിരുന്നാൽ രാത്രി 6 മണി, വൈകുന്നേരം 6 മണിക്ക് എന്നാൽ നമ്മൾ 6 മണിക്കും കറക്റ്റ് അങ്ങോട്ട് ചെല്ലും. പക്ഷേ ഇവരുടെയും പോയിട്ട് കറക്റ്റ് വരും രാത്രി 12 മണിക്കായിരിക്കും. ആ സമയത്ത് ഇതൊക്കെ അടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും. പക്ഷെ ഇരുന്നതിനെല്ലാം ഇന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഭയങ്കര റിലാക്സ് ആയിട്ട്. ഇനി സിനിമയിലേക്ക് വരുമ്പോഴേ കുറച്ച് എന്താ, വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. വിനയ് ഫോർട്ടിൻ്റെ ആ ഒരൊറ്റ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ ആ നടിയെ ഉമ്മ വെക്കുന്ന ഒരു സീന് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മനുഷ്യർ അങ്ങനെയേ ബിഹേവ് ചെയ്യത്തുള്ളൂ പെട്ടെന്ന്. പക്ഷെ ഞാൻ അതിവിടെ എടുത്തു പറയാനുള്ളൊരു കാരണം, എനിക്ക് വിനയ് ഫോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയായിരുന്നു ആ ഒരു വിനയ് ഫോർട്ടിനോട് ആ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞു, വിനയ് ഫോർട്ട് എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എടുത്തത്? കാരണം എനിക്ക് അത് ഭയങ്കരമായിട്ട് അറിയണം തോന്നി. അല്ല, നമ്മൾ സിറ്റുവേഷൻ കൃത്യമായിട്ട് എന്താണെന്ന് വിനയ് ഫോർട്ടിനോട് നറേറ്റ് ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ചെയ്യണം. അപ്പോൾ പുള്ളി എന്നെ നോക്കി പറഞ്ഞു, ഇല്ല എല്ലാം സെറ്റാണ്, കുഴപ്പമില്ല. അതായത് പുള്ളി പറഞ്ഞു, ഓക്കെ നമുക്ക് ടേക്ക് പോയേക്കാം കൃത്യമായിട്ട്. അതിലൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ ആ ക്യാമറ ഇവിടെ നിന്നാണ്, ഫ്രണ്ടിൽ നിന്നാണ്, ലൈക്ക് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് ക്യാമറ വെച്ചേക്കുന്നത്. അതായത് ഇതിന് ക്ലോസ് ഷോട്ട് ഒന്നുമില്ല, പുള്ളി വരുന്ന ഒന്നും പറയുന്നില്ല, ജസ്റ്റ് സെക്കൻഡിൽ അതായത് ചെയ്യുന്നത്. ആക്ച്വലി അത് ക്ലോസ് ഷോട്ട് ആക്ച്വലി ഒരു മിഡ് ഷോട്ട്. ബേസിക്കലി നമ്മൾ യൂസ് ചെയ്ത അനമോർഫി ലെൻസ് ആണ്. അപ്പോൾ ആ ലെൻസിന്റെ ചില ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ഷോട്ട് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം. അപ്പം എനിക്ക് പെട്ടെന്ന് അയ്യേ, നമ്മളിങ്ങനെ ഓക്കെ അവൻ വരുന്നത് നമ്മൾ അങ്ങനെ കാണിക്കില്ലായിരിക്കും, പക്ഷെ അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിലേക്കും നടിയിലേക്കും അതിഥിയിലേക്കും ഒക്കെ എപ്പോഴാണ് എത്തിയത്? നമ്മൾ ഇങ്ങനെ മാക്സിമം പിച്ച് ചെയ്തു. ചിലർക്ക് ഇഷ്ടമാണ്, അപ്പം ചിലർക്ക് UK വരാനൊരു മടി, അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറുവാണല്ലോ. അപ്പം അവരുടെ സ്ഥിരം റൊട്ടീൻസ് ഒക്കെ മാറുന്നു. പിന്നെ ചിലർക്ക് ഫാമിലി വിടാൻ താല്പര്യമില്ല. അങ്ങനെയാണ് അനുവിലേക്ക് എത്തിയത്. അപ്പോൾ അനുവിലേക്ക് എത്തി. അനു സ്ക്രിപ്റ്റ് ഞാൻ ഒരു സൂം മീറ്റിങ്ങിലാണ് കഥ പറയുന്നത്. പിന്നെ നാട്ടിൽ വാ. അപ്പം അനു തന്നെ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ്, വരാൻ പറഞ്ഞു. അപ്പം അനുവിനെ ശ്രദ്ധിക്കുക എന്നുള്ള അയ്യപ്പൻ കോശി കഴിഞ്ഞപ്പോൾ മൊത്തം ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നതാണ്. തീവ്രം കൊടുമ്പില്ലല്ലേ. അപ്പം ഈസ് എ നൈസ് ആക്ടർ. ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പം അവരൊക്കെ എന്താ പറയുന്നത്, അതിഥി എന്തൊരു പെർഫോമൻസ് ആയിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, അവിടെ ഒന്നും പറയാൻ വാക്കുകളില്ല. ഇപ്പോഴും സോഫാർ ഈ മോമെന്റ് വരെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക അവര്. അല്ല, അതാണ് അവർക്കും ഒരു വിശ്വാസം ഉണ്ടാകും. ഒരു പുതുമുഖ സംവിധായകന് കൈ കൊടുക്കുമ്പോൾ അവർക്കും ഒരു വിശ്വാസം ഉണ്ടാവണമല്ലോ. അല്ല, അവർക്ക് എൻ്റെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ അഭിനിവേശം അവർക്ക് ഫീൽ ആയി കാണും. അവർക്കത് സ്ട്രൈക്ക് ചെയ്ത് കാണും, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ലല്ലോ. അല്ല, ഞാനത് അനുവിൻ്റെ കാര്യം എടുത്ത് ചോദിക്കാനുള്ള കാരണം, അതിഥീനെ ഓൾറെഡി എല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് വളരെ 10-20 സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ. അതും സെലക്റ്റീവ് സിനിമകളുമാണ്. പക്ഷേ അനുവും അതുപോലെ തന്നെ സെലക്റ്റീവാണ്.
അനു എന്നൊരു സിനിമ, അനുവിൻ്റെ ഒരു എന്താ പറയുക, പോസ്റ്റർ വെച്ചൊരു സിനിമ ഇറക്കിയപ്പോൾ തന്നെ ആളുകൾ, നമ്മളെല്ലാം സ്റ്റാർ വാല്യൂസ് നോക്കിയിട്ടാണ് സിനിമ വന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചതാണ്, അനുവിനെ സ്റ്റാറായിട്ട് എടുത്തത് കൊണ്ട് തന്നെ അന്ന് അതിങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ എൻഡിങ്. പോരാത്തതിന് ഒരു പ്രവാസി മലയാളി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, പ്രവാസി മലയാളി എടുക്കുന്ന ഒരു സിനിമ, അപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ സിനിമ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് അസാധ്യമായിരുന്നു എന്നായിരുന്നു ആ ആർട്ടിക്കിളിൽ എഴുതിയത്. അല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്യുവൽ ഫേസ് ഉള്ളവരാണ്. ആൾക്കാർ പറയുന്നു താരങ്ങളല്ല വലുത്, കണ്ടന്റാ വലുത് എന്ന് പറയുന്നു. ഈ പറഞ്ഞ അതേ ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിൽ വേറെ എന്ന് പറയുന്നുണ്ട്, വേറൊരു താരമായിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ പോയിരുന്നു. അപ്പം ഇതൊന്നും പ്രഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ ഒന്നും സ്റ്റേബിൾ അല്ല എന്താണെന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് എനിക്കൊരു വൺ ഡേ ഉണ്ട് ഒരു ഓപ്പണിങ്. എല്ലാവർക്കും ആരും ആക്ടറായിട്ട് വീടുന്നില്ലല്ലോ, എല്ലാവരും ആകുന്നുള്ളൂ. സോ വൺ ഡേ എനിക്കൊരു ദിവസം ഉള്ളവരെ എല്ലാവർക്കും ഒരു ദിവസം ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ അധ്യായം മുതൽ കഥ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം എല്ലാവരും റിവ്യൂ കണ്ടിട്ടാ സിനിമകൾ കാണാൻ പോകും. ഒരുമാതിരിപ്പെട്ടവരല്ല, ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒന്നെങ്കിൽ അതിൻ്റെ ട്രെയിലർ കാണും, പിന്നീട് അതിന് വരുന്ന റിവ്യൂസ്, ഫസ്റ്റ് അവറിൽ തന്നെ റിവ്യൂ വന്ന് തുടങ്ങുമ്പോൾ റിവ്യൂ കാണും. ഇതിൽ റിവ്യൂ വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര രസമായിട്ട്, നമ്മൾക്ക് ഭയങ്കര, അതായത് നമുക്കറിയാൻ മേലാത്തൊരു ജീവിത സാഹചര്യം, മലയാളികൾക്ക് പരിചിതമല്ലാത്ത, കേട്ടുകേൾവി മാത്രമുള്ളൊരു ജീവിത സാഹചര്യത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര രസകരമായിട്ടെന്നാണ് റിവ്യൂസ് വന്നിരുന്നത്. എന്നെ സംബന്ധിച്ചും എനിക്കതൊരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ ആയിരുന്നു. ഈ സിനിമയ്ക്ക് പ്രശസ്തരായ രണ്ടുപേരാണ് ക്യാമറ ചലിപ്പിച്ചേക്കുന്ന. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അസാധ്യമായിരുന്നു, കാരണം അതും മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാണ് സിനിമയിലെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അനിൽ ജോൺസൺ ഈസ് റിയലി എ ലെജൻഡ്. പുള്ളി എന്ന് പറഞ്ഞാൽ അധികം ബഹളങ്ങളില്ലാത്ത, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത, സ്വന്തം വർക്കിൽ മാത്രം നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും ആൾക്കാർക്ക് അറിയാം ദൃശ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്താരാ, ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അനിൽ ജോൺസൺ ആണ് മെമ്മറീസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്താരാ, ആർക്കും അറിയില്ല അതാരാ. പക്ഷെ ഗോപി സുന്ദർ എന്ന ആള് ചെയ്ത പടങ്ങളൊക്കെ അറിയാം, കാരണം പുള്ളി ഇച്ചിരി സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുന്ന കാരണം അറിയാം. പക്ഷെ അനിൽ ജോൺസൺ ആർക്കും അറിയത്തില്ല. ഈ ഞാൻ ചോദിച്ച ലാസ്റ്റ് സീനിൽ ഇപ്പൊ ഒറിജിനൽ ഇൻസിഡന്റിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു രക്ഷപ്പെട്ടു വന്നത്? അല്ല, അങ്ങനെ ഒരു രക്ഷപ്പെടലിന്റെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഉണ്ടായത് സിനിമയ്ക്ക് വേണ്ടി അത് നമ്മൾ ഉണ്ടാക്കിയ സാധനം. അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമകളിൽ. അല്ല, ഞാനത് ചോദിക്കാനുള്ള എൻ്റെ ഒരു കാര്യം കേട്ടോ, നമ്മൾ സിനിമയുടെ എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്തെങ്കിലും എനിക്ക് അപ്പോഴും അത്ഭുതം, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ അതാണ് അങ്ങനെ, ഇപ്പൊ നമ്മൾ ഈ ടെക്നോളജി ഇത്രയും വളർന്നത് UK അങ്ങനെ സംഭവിക്കും. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എത്രയോ പാസ്പോർട്ട് ഉണ്ടാക്കിയ ആൾക്കാർ ദുബായിലേക്ക് കയറി പോകുന്നു. അല്ല, നമുക്കറിയാം ഇത്രയും വളരെ ടെക്നോളജിയാണ്. അതായത് നമ്മുടെ പാസ്പോർട്ടും ഹോം അഫയേഴ്സും എല്ലാം ഇത്ര സ്ട്രോങ് ആണ്, ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, എന്നിട്ടും ആൾക്കാർ കയറി പോകുന്നില്ലേ? തീർച്ചയായും എത്രയോ ആൾക്കാർ ഇന്നും US-ന്റെ ഒരു ഇതുണ്ടല്ലോ, US-ലേക്ക് കിടക്കുന്ന ഒരു, ഇവിടെ ഇപ്പോഴും ആളുകൾ കുടിയേറ്റം നടത്തുന്നുണ്ട്. അല്ല, ഞാൻ പെട്ടെന്ന് സിനിമ കണ്ടപ്പോൾ ഞാനൊരു പ്രേക്ഷക, നമ്മുടെ ഒരു CA അങ്ങനെ ഒരു പടം, നമ്മുടെ മലയാള പടം CA, അല്ല ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ സംവിധായകനെ കിട്ടിയപ്പോൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. പോസിബിൾ ആണ്. പിന്നെ സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല. അല്ല, സക്സസ് റേറ്റ് പറയാനേ പറ്റില്ല. 0.1 അത്ര, അത് കൂടുതലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടില്ലായിരുന്നു, ഇവിടുന്ന് ഈ കൊച്ചിയിൽ നിന്നാണ് ഓസ്ട്രേലിയക്ക് ചെറിയ എന്തായാലും പറയുന്ന ഉരുവോ ഒടിവിന്, അതിൽ കയറി ഓസ്ട്രേലിയക്ക് ആൾക്കാർ പോകുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വന്ന, ഞാനത് എവിടെയോ വായിച്ചു, അത് ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊച്ചിയിൽ നിന്നിട്ട്, കൊച്ചിയിൽ നിന്നാണ് അവർ സെറ്റ് ചെയ്ത് നേരെ ഓസ്ട്രേലിയക്ക് വിടുന്നത്. പടത്തിന് മറ്റൊരു കാര്യമായ പ്രൊഡ്യൂസർമാർ, എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സ് ഈ കഥ വിശ്വസിച്ച്, അല്ലെങ്കിൽ താങ്കൾ അവരെ വിശ്വസിപ്പിച്ചത് ഇങ്ങനെ പണം മുടക്കും? ഇതിനകത്ത് ചില പ്രൊഡ്യൂസേഴ്സ് കഥ പോലും കേട്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സാണ് അവർ. അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, കാരണം എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് എൻ്റെ പാഷൻ അറിയാം. അപ്പം അവര് പ്രൊഡ്യൂസേഴ്സ്, അതിനപ്പുറം എൻ്റെ ഫ്രണ്ട്സാണ്, സൗഹൃദമാണ് അവിടെ. ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകളൊക്കെ വിളിച്ചു തുടങ്ങിയോ പടം കണ്ടതിന് ശേഷം? കുറച്ചുപേരെ വിളിച്ചല്ലോ, ജിത്തു സാർ പോലും റിവ്യൂ ഇട്ടല്ലോ സിനിമ. ആണല്ലേ? എങ്ങനെ പറയുന്നു എല്ലാവരും, എങ്ങനെ പറയുന്നു? സിനിമയുടെ റിവ്യൂ കേട്ട് നോക്കുക, സോഷ്യൽ മീഡിയയിലുണ്ട്, റിവ്യൂ കണ്ടു നോക്കും. ഞാൻ ഹാപ്പിയാണ്. ഒത്തിരി പേര് വിളിച്ചു, ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
അല്ലാതെ പക്ഷേ സമയം കിട്ടുന്ന റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. എല്ലാവരും ഒത്തിരി പേര് വിളിച്ചു. ഒത്തിരി UK പേര് എല്ലാവരും അതായത് ഹാപ്പിയാണ്. ഒരു കിട്ടി എല്ലാവരുടെയും കൈനീട്ടം ലൈക്ക് എന്താ പറയാ കേറി വാടാ അടിച്ച് കേറി വാടാ എന്നുള്ള രീതിയിൽ എൻ്റെ തന്നെ. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോലും, ഞാൻ സിനിമ ചെയ്ത UK എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവരും വിളിച്ചില്ല, നീ ഇത് ഈ സാധനം ചെയ്യുന്ന അറിഞ്ഞില്ലെന്ന്. അവർ നോക്കുമ്പോൾ അതുപോലെ ഞാൻ എന്തോ ഷോർട്ട് ഫിലിമോ ഇതൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുവാണ്. ഇതിൽ പറയേണ്ട 2 പേരുണ്ട് കേട്ടോ. ഒന്ന് ഭാര്യയും മക്കളും. അവരാണ് ഏറ്റവും കൂടുതൽ. ബാക്കി ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈ 30 വർഷത്തെ സ്വപ്നവും താങ്കൾ കണ്ട സ്വപ്നത്തിന് ബിഗ് സ്ക്രീനിൽ എത്തിക്കുക. പക്ഷെ നിങ്ങൾക്ക് താങ്ങായിട്ട് ഇവര് നിൽക്കുക എന്നുള്ളത് വലിയ സംഭവമാണ്. അത് അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ 30 വർഷത്തിൽ ഞാൻ നേരത്തെ വന്നില്ല എന്ന് കാരണം എൻ്റെ കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്നു. അപ്പം ഈ പേരൻറ്റിങ് രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് ലോകത്ത് എവിടെ. പക്ഷേ UK ഇച്ചിരി കൂടുതലുണ്ട്. കാരണം ഒരാൾ ജോലിക്ക് പോകുമ്പോൾ അടുത്ത ആൾ കുട്ടിയെ നോക്കുന്നു, അദ്ദേഹം വന്നു കഴിയുമ്പോൾ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യുന്നു. അങ്ങനെയാണ്. കാരണം നമുക്ക് കുട്ടികളെ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. ഒരു 11 വയസ്സുള്ള കുട്ടികൾക്ക് എപ്പോഴും ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു പേരൻറ്റ് മസ്റ്റായിട്ട് വീട്ടിൽ വേണം. ഈ പിള്ളേരൊന്ന് വലുതാകാൻ ഞാൻ നോക്കിയിരുന്നു, എന്നാലേ എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഡിലേ ആയത്. അപ്പോൾ പിള്ളേരൊന്ന് സെറ്റായി. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 5 വർഷം നടക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ലീവ് എടുത്ത് വീട്ടിലിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളെ നോക്കാൻ ആൾ വേണം. പിന്നെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ കുട്ടികളുടെ ഒരു സ്ഥലത്തും പുറത്തു പോയിട്ടില്ല. അത് എനിക്ക് ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. ഭയങ്കരമായിട്ട് എന്നെ ഒരു അപ്സെറ്റ് ആകുന്ന ഒരു കാര്യമാണ് അത്. കാരണം അവിടെയുള്ള എല്ലാവരും ഒരു ശനി ഞായറോ അല്ലെങ്കിൽ വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു അവധി എടുത്തിട്ടൊക്കെ അവരൊക്കെ അടുത്ത സ്ഥലങ്ങളിൽ എങ്ങോട്ടും പോകുന്നു. അവർ ഫാമിലിയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ക്യാരവാൻ എന്നൊക്കെ പറയാം അവിടെ താമസിക്കുന്നത്. ഇങ്ങനെ ദൂരെ പോയി ഫ്രണ്ട്സിൻ്റെ പോകുന്നു. പക്ഷേ എൻ്റെ വൈഫ് ഡ്രൈവ് ചെയ്യും. പക്ഷേ അങ്ങനെ ലോങ് ജേർണി ഡ്രൈവ് ചെയ്യില്ല. അപ്പം പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ തന്നെ കൂടെ വേണം. അപ്പം ഞാൻ ഇല്ലാത്ത കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പിള്ളേർ വീട്ടിന് പുറത്തെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ സ്കൂളിൽ ചെല്ലും, മറ്റു കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കും എന്താണ് നിങ്ങൾ പോയ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ ഇവർക്ക് കാണിക്കാനും ഒന്നുമില്ല. അപ്പം നമ്മളെന്നാണ് ഹോളിഡേ, നമ്മളെന്നാ ഒരു അവധിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെന്നാ നാട്ടിൽ വരുന്നത്. ഞാൻ ഈ പിള്ളേരെ നാട്ടിൽ പോലും കൊണ്ടുവന്നില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഇൻകത്തിൻ്റെ നല്ലൊരു പൈസയും ഇതിന് പുറകെ ഓടി തീർക്കുക. അപ്പം ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ പറഞ്ഞാൽ നല്ല പൈസയാണ്. 10,000, 70,000, 80,000 രൂപയ്ക്കാണ്. അപ്പോൾ ഒരു ഫാമിലി ഒരു തവണ വന്നു പോകണമെങ്കിൽ തന്നെ എന്ത് പൈസയാവും. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ തിരക്ക് നടക്കുന്ന സമയങ്ങളിലെ അപ്പം എൻ്റെ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ അച്ഛനൊരു ഡ്രീമിൻ്റെ പുറകെയാണ്. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നല്ലൊരു ഹോളിലേക്ക് കൊണ്ടുപോകാം, നമുക്ക് അവധിക്ക് പോകാം, ഞാൻ പുറത്ത് കൊണ്ടുപോകാം. കാരണം അവരുടെ ഫ്രണ്ട്സൊക്കെ ഈയിടെ സ്പെയിനോ അങ്ങാണ്ടൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കാരണം എല്ലാവരും കൂടെ ചിലപ്പോൾ ഒന്നിച്ച് ബുക്ക് ചെയ്ത് പോവേ. ആ സമയത്തേക്ക് എൻ്റെ കുട്ടികൾ ഔട്ട് ഓഫ് ദാറ്റ് എന്താ പറയുക. പക്ഷെ ഇപ്പൊ ഈ പടം ഇറങ്ങിയിട്ട് അവർ കണ്ടിരുന്നു, മക്കള് കണ്ടിരുന്നു. മക്കള് അവരവിടെ തിയേറ്ററിൽ പോയി കണ്ടു, പടം കണ്ടു. അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് 3 പിള്ളേരാണ്. അതിൽ മകൻ കണ്ടില്ല ഇതുവരെ. അപ്പം ബാക്കി 2 പെൺപിള്ളേർ, 2 അവർ വീട്ടിലായിരുന്നു. അവൻ സ്കൂൾ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എവയാണ് പുള്ളി. അവർ കണ്ടു, അവർ ഹാപ്പിയായി. അവർ പറഞ്ഞു ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഒരു സ്വപ്നം നേടിയവൻ്റെ മുൻപിലാണ് ഞാനിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പം 1000 പേര് നമ്മളെ പുറകോട്ട് വലിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ഭേദിച്ച് നല്ലൊരു സിനിമ മലയാളികൾക്ക് സമ്മാനിച്ച് എന്താ പറയുക, നന്നായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.